അപ്പോൾ നമ്മൾ രാവിലെ 6 മണി കഴിഞ്ഞപ്പം മുതലക്കോടം പള്ളി എത്തി കേട്ടോ. അപ്പോൾ അതാണ് വഴി. നമ്മൾ ജസ്റ്റ് പള്ളി കണ്ടപ്പോൾ നിർത്തിയാണ്. ഈ ഒരു വ്യൂ ഒക്കെ കണ്ടോ, ക്രിസ്മസിൻ്റെ മേക്കിംഗ് ആട്ടോ, നൈസാണ്. ഇത് അവിടെ ട്രീ ഒക്കെ കണ്ടോ, നല്ല അടിപൊളിയാണ്. അങ്ങനത്തെ നമ്മൾ തൊടുപുഴയിൽ നിന്ന് മുതലക്കോടൊക്കെ കഴിഞ്ഞിട്ട് കുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. ഇവിടെ നമ്മൾ ലെഫ്റ്റ് എടുക്കും. അങ്ങനത്തെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ കാരൂപ്പാറ എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ വരും. അപ്പോൾ അവിടെ ഇങ്ങനൊരു അമ്പലത്തിൻ്റെ ആർച്ച് കാണാം. അപ്പോൾ ആ വഴി നേരെ അകത്തേക്ക് കയറും. വീണ്ടും വലത്തേക്ക് ഒരു കോൺക്രീറ്റ് ചെയ്ത് നല്ല ക്ലൈംബ് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ താഴത്തുനിന്ന് നല്ലൊരു ക്ലൈംബൊക്കെ കയറി വന്ന് ഇതോ ഇങ്ങനൊരു ലൊക്കേഷൻ ഉണ്ട്. ഇവിടുന്ന് റൈറ്റ് ഒരു ചെറിയ ഓഫ് റോഡ് വഴി കിടപ്പുണ്ട്. അതിനെ നേരെ കയറി മേളിലേക്ക് പോകണം. ആ കാണുന്ന പാറയല്ലേ ടോപ്പ് പോയിന്റ്. ഹേയ് വാട്സപ്പ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ 2024 ന്യൂ ഇയറിലെ ഫസ്റ്റ് വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന പറയുന്നത് നമ്മുടെ ബ്യൂട്ടിഫുൾ ആനപ്പാറ വ്യൂ പോയിൻ്റ് കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ട്, നമ്മുടെ സ്വന്തം വൈശാഖ് ബ്രോയും ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ സൈക്കിളായിട്ടിങ്ങ് പോകുന്നതാണ്. അപ്പോൾ ഇത്ര ഒരു വ്യൂ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി വ്യൂ ആട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഈ പാറയുടെ ഒക്കെ മേളിൽ കയറാം, നൈസാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ദൂരെ അവിടെ കാണുന്ന ആ ഒരു പാറ അതായിരിക്കും ആനപ്പാറ അല്ലേ? അതെ, ആന തിരിഞ്ഞിരിക്കുന്ന ഒരു ഷേപ്പ് അതിനുണ്ട്, വാലില്ലാത്തൊരു ആനല്ലേ. അപ്പം അതെ അപ്പം മിക്കവാറും അത് ആ ഒരു പാറയുടെ പേരായിരിക്കും ഇവിടെ വന്നേക്കുന്ന, ആനപ്പാറ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണെങ്കിലും ഇത് ഇവിടെ കൃത്യമായിട്ടൊരു വഴിയൊന്നുമില്ല അല്ലേ ബ്രോ? പക്ഷേ ഇതിലങ്ങ് പോകാൻ തോന്നുന്നു. ആണോ? ഓ ശരി. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ആനപ്പാറയുടെ മേളിൽ ചെന്ന് കയറുന്നുണ്ട്. അപ്പം എന്താ പറയുന്നത്, ജസ്റ്റ് ഒരു ഓഫ് റോഡിങ് ഒന്നും അല്ല കേട്ടോ. നമ്മളിങ്ങനെ ഒരു വ്യൂ പോയിന്റ് കാണാൻ വന്നൊരു വീഡിയോ ആണ്. പക്ഷേ ഇത് കയറി വന്നപ്പോഴാണ് മനസ്സിലായത് സംഭവം നല്ല ഓഫ് റോഡാണ്. അതെ അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുമ്പം എന്താണെങ്കിലും നമ്മുടെ MTB വെച്ച് ഒരു ഓഫ് റോഡിങ് വീഡിയോ ഉണ്ടാവും. അതൊരു നെക്സ്റ്റ് പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കാം. പൊളി ആടി. ഓ രക്ഷയില്ലല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു കല്ലിൻ്റെ മേളിൽ കയറി കേട്ടോ. ഇവിടെ 5-6 കല്ലൊക്കെ ഉണ്ട്. ഇവിടെ എന്തെങ്കിലും പുരാണമൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല ഇതിനെ ബേസ് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇതോ നമുക്ക് ക്ലൗഡ് ബെഡൊന്നുമില്ല, പക്ഷേ ഈ ഒരു വ്യൂ നൈസാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ക്ലൗഡ് ബെഡ് വരുമ്പോൾ നമുക്ക് ദൂരെയുള്ള വ്യൂ ഒന്നും കാണത്തില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ദൂരെയുള്ള വ്യൂ ഒക്കെ കാണാമല്ലോ. അപ്പോൾ ആ മലയൊക്കെ കണ്ടോ, അങ്ങേ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് മലനിരകൾ കാണാം. അതൊക്കെയാണെന്ന് തോന്നുന്നു നമ്മുടെ ഇലിവിഴപ്പുഞ്ചർ സൈഡാണ് ആ കാണുന്നത്, ആ മലകളൊക്കെ. അതിൻ്റെ അപ്പുറമാണ് ഇല്ലിക്കല്ലൊക്കെ വരുന്നത്. ആകാശം കണ്ടോ, ജസ്റ്റ് വാവ്. അപ്പോൾ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പാടങ്ങളൊക്കെ കാണാം കേട്ടോ. നല്ല പച്ച നിറത്തിൽ നല്ല രസം കേട്ടോ, നല്ലൊരു വ്യൂ. ഒരുപാടൊന്നുമില്ല. ഇതെന്തോ മറ്റേ ഫാം പോലെ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു, എന്താണെന്ന് കറക്റ്റ് അറിയില്ല. കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ദൂരെ ഒരു പള്ളിയൊക്കെ കാണാം. നമ്മുടെ വൈശാഖ് ബ്രോ ഓടി കിടന്ന് ഫോട്ടോ എടുത്ത് തരും കേട്ടോ, പല ആംഗിളിൽ നിന്ന്. അവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. ആ മരം കൂടി ഇല്ലെങ്കിൽ പക്ക വ്യൂ കേട്ടോ. അതിൻ്റെ അപ്പുറമാണ് നമ്മുടെ ആനപ്പാറ വരുന്നത്. അപ്പം അങ്ങോട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ പാറയിൽ നിന്നൊക്കെ ഇറങ്ങി ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ നമ്മുടെ ആ പാറയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നല്ല കാറ്റൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു വെയിലൊന്നും പറയാനില്ലല്ലേ ബ്രോ? അതെ, നല്ല കാറ്റുമുണ്ട്, ഒരു തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു വഴിയൊക്കെ തപ്പി പിടിച്ച് അങ്ങോട്ട് പോകാം കേട്ടോ. നമ്മളിത് വണ്ടി അവിടെ വെച്ചേക്കുവാണ്. എന്നിട്ടതേ ഒരു ചെറിയ വഴി പോലെ കാണുന്നു, ഇതിലേ അങ്ങ് പോകാം കേട്ടോ.
അങ്ങനത്തെ അതാണ് ആ പാറ. അപ്പോൾ ഇതാണ് ആനപ്പാറയുടെ അടിവശം. അപ്പോൾ ഇതിലേക്ക് കയറാൻ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. അത് ആ മരത്തെ കൂടെയാണ് കയറാൻ പറ്റത്തുള്ളൂ. ഒരു കമ്പ് എടുത്ത് വെച്ചിട്ട് അവിടെ കുത്തിച്ചാരി അവിടെ പിടിച്ച് അതാ ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ജസ്റ്റ് അങ്ങ് കയറാൻ ഇവിടെ ഒരു ഈ കണ്ട ഇവിടെ ഉണ്ട്. ഇവിടെ ഒന്ന് കയറി കിട്ടിയാൽ പിന്നെ വലിയ ഈ കമ്പ് എടുത്ത് വലിയ കമ്പ്. ഇത് സാരമില്ല, ഇതാ പൊങ്ങി വന്നു അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. ധൈര്യമായിട്ട് കയറിയോ? ആ അടിപൊളി. നോക്കണേ. ആ ഓ പതുക്കെ കയറിയാൽ മതി. കയറാവോ? അപ്പോൾ ദേ ഈ ഒരു കശുമാവ് ഉണ്ടോ, ഇതിലെ പിടിച്ചാണ് കയറുന്നത്. അപ്പോൾ ഒരുപാട് ഒരു ചേട്ടൻ വന്നായിരുന്നു, പുള്ളി പറഞ്ഞു പിള്ളേരിതിലെ തളപ്പിട്ടാണ് കയറുന്നതെന്ന്. അപ്പോൾ ഇത് കയറി അങ്ങനെയാണ് അതിൻ്റെ മേളിൽ ചെല്ലുന്നത്. അവിടെ മേളിൽ ചെന്നാലും മറ്റേൻ്റെ അത്രയും വ്യൂ ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് കയറുന്നില്ല. നമുക്കപ്പോൾ തിരിച്ചു പോകാം. അങ്ങനത്തെ നമ്മുടെ ആനപ്പാറ അതാണ്. അവിടെ പോയിട്ട് തിരിച്ചു വന്നു, കയറാൻ പറ്റാണ്ട്. അപ്പോൾ നമ്മളിത് ഇന്ന് സൈക്കിളിലൊക്കെ വന്നുകൊണ്ടാട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ വലിഞ്ഞ് കയറാമായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ പറഞ്ഞ പോലെ ചെറിയ വെയിലൊക്കെ, പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല, ചൂടൊന്നുമില്ല, നല്ല കാറ്റും നല്ലൊരു വൈബ് പ്ലേസ്, അടിപൊളി പ്ലേസ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചു പോവാണ്. നേരെ നമ്മൾ എറണാകുളമാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയായിട്ടുള്ള റാഡിയക്കിൻ്റെ സ്റ്റോമും അതുപോലെ എക്സി ആയിട്ടുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു ചെറിയ ഓഫ് റോഡൊക്കെ അടിച്ച് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തേക്കാം. ബൈ ബൈ.